ധന്യ, ഈ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വല്ലാതെ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ വരുന്നത് ഈ റിമ കല്ലിങ്കലുമായി ബന്ധപ്പെട്ട് മുൻപ് ഈ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഒരു റീജിയണൽ IFFK കൊച്ചിയിലായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല, കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ നടന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് റിമ ഒരു എന്താണ് തുട കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ, അവിടെ വേദിയിൽ വന്നിരിക്കുന്ന ഫോട്ടോ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. അത് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കി. തുട കാണിച്ചുകൊണ്ട് റിമ കല്ലിങ്കൽ എന്ന് പറഞ്ഞു. അതിനെതിരായിക്കൊണ്ട് പല തരത്തിലുള്ള സദാചാരവാദികളും ഇനി റിമയുടെ ഭാഗമായി നിൽക്കുന്ന എന്താണ് പുരോഗമനവാദികളും എല്ലാവരും കൂടെ വന്ന് ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അത്രയ്ക്ക് പ്രാധാന്യം, അതായത് റിമ എന്ന് പറയുന്ന നടി, റിമ കല്ലിങ്കൽ എന്ന് പറയുന്ന നടി ധരിക്കുന്ന വസ്ത്രത്തിന് പോലും അത് ഇറുകിയതാണോ അത് മൊത്തമിട്ടതാണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് റിമ കല്ലിങ്കലിനും ആഷിഖ് അബുവിനും ഒക്കെ എതിരെ ഉയർന്നു വന്നിട്ടുള്ള അതിഗുരുതരമായ ലഹരി ആരോപണത്തിൽ മാധ്യമങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അതായത് ഈ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ഈ എന്താണ് റിപ്പോർട്ടർ TVയും അതുപോലെ തന്നെ മാതൃഭൂമിയും മറ്റു ചാനലുകളൊക്കെ തന്നെ വായിൽ പഴം തിരികിയിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഈ മാതൃഭൂമി ഇവർ വളരെ ഏത് രീതിയിലാണെന്ന് അറിയില്ല, മാതൃഭൂമി ഇട്ട വാർത്ത പോലും മാതൃഭൂമി മുക്കിയിരിക്കുന്നു. അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സംഗതി അത്രമേൽ എല്ലാ മാധ്യമങ്ങളെയും എന്താണ് അവരുടെ ചൊൽപ്പടിക്ക് നിർത്താൻ മാത്രം കഴിവുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു നെറ്റ്വർക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. ഇതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, നാണം ഉണ്ടോടാ നിനക്കൊക്കെ? അതായത് റിമയുടെ തുട തപ്പി ഇറങ്ങിയ നിനക്കൊക്കെ റിമ കല്ലിങ്കലിനെതിരെ ആഷിഖ് അബുവിനെതിരെയും വന്ന ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ലഹരി പാർട്ടികളുമായി ബന്ധപ്പെട്ട അവിടെ പല പെൺകുട്ടികളെയും വെർജിനിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് സുചിത്ര പറയുന്നത്. അത് പോയിട്ട് അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് കഴിക്കാൻ പോലും ഭയപ്പാട്, ആ ചോക്ലേറ്റിനകത്ത് വരെ ലഹരി ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര ഗൗരവമേറിയ കാര്യമെന്ന് നോക്കണം. അത് തപ്പി ഇറങ്ങിയ മാധ്യമങ്ങൾക്ക് ഒരു പൊതുവേദിയിൽ റിമ കല്ലിങ്കൽ റിമയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് അവരവിടെ വേദിയിൽ വന്നിരിക്കുന്നു, അവരുടെ തുട കണ്ടു, അതിനിടയിൽ കൂടി പലതും കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത മാധ്യമങ്ങൾ റിമ കല്ലിങ്കലിനെതിരെയും ഭർത്താവിനെതിരെയും വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ടും എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഈ മാഫിയ മാധ്യമങ്ങൾ? സത്യത്തിൽ അങ്ങനെ തന്നെ പറയണം. കാരണം ചില കാര്യങ്ങൾ ഈ മുക്കുകയും ചിലരെ മാത്രം ഫോക്കസ് ചെയ്യുകയും, ഇപ്പോൾ ഈ ഒരു സംഭവം വന്ന സമയത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയെങ്കിൽ പോലും ഈ അരുൺകുമാറും ഈ 24 ഇവരൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത് ലാലേട്ടനൊന്നും മിണ്ടിയില്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇത്ര പേര് മരിച്ചു, അല്ലെങ്കിൽ ഇത്ര പേരെ കാണാനില്ല, 5-6 ജില്ലകൾ ഒലിച്ചു പോയി, ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്ന സമയമാണെങ്കിൽ അപ്പോഴും പറയുന്നത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഒളിച്ചോടി. എന്തുകൊണ്ട് മോഹൻലാൽ മിണ്ടിയില്ല? മോഹൻലാലിനെതിരെ ആരോപണങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണോ മോഹൻലാൽ മിണ്ടാത്തത്? രാജിവെച്ച് മുങ്ങിയോ? ഭയമോ അമ്മയിലുള്ളവർക്ക്? ഇങ്ങനെ ഘോരമായി പ്രസംഗിക്കാം. തിരിച്ച് ഇതേ അവസ്ഥ അല്ലെങ്കിൽ ഇതേ കാര്യം WCCയിലെ അംഗങ്ങൾക്കെതിരെ വന്നാൽ, ഇപ്പോൾ WCCയിലെ ഒരു അംഗത്തിന്റെ കാരവാനിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്ന് മൂത്രം ഒഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പത്മപ്രിയ പറഞ്ഞിരിക്കുന്നു അമ്മ എന്ന സംഘടനയ്ക്ക് തലയുമില്ല നട്ടല്ലുമില്ല. ഇവർക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു ഇത് പറയാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവരുടെ സംഘടനയിലുള്ള 2 സഹപ്രവർത്തകർക്കെതിരെയാണ് വലിയ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. രേവതിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം ചെറുതൊന്നുമല്ല. കാരണം ഇത്തരത്തിൽ രേവതി ഫോട്ടോസ് രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, ഒരു സംവിധായകൻ അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, രേവതിക്ക് ഏതൊക്കെ ഫോട്ടോസ് ഈ സംവിധായകൻ വഴി എത്തിയിട്ടുണ്ട്, അതിൽ ആരുടെയൊക്കെ ന്യൂഡ് ഫോട്ടോസ് ഉണ്ട്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്, ഏറെ ഗൗരവമുള്ളതാണ്. ഈ ലൈംഗികമായ ആരോപണങ്ങളെ പോലെ തന്നെ വേറൊരു വിഷയമുണ്ട്. ഞാൻ ആ കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് WCC ആണ്. നിങ്ങൾ ധന്യ ഇവിടെ പറയുന്നത് രേവതി ന്യൂഡ് ഫോട്ടോസ് അയച്ചു എന്ന്, രേവതി ന്യൂഡ് ഫോട്ടോസ് കണ്ടു എന്ന് പറയുമ്പോഴും, ഞാനല്ല പറഞ്ഞത്, കോഴിക്കോടുള്ള ഒരു ജൂനിയർ, അതെ അയാളുടെ ഭാഗം പറയുമ്പോഴും രേവതി അങ്ങനെ ചെയ്യില്ലെന്നേ. ഞങ്ങൾ WCCക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മോഹൻലാലോ അല്ലെങ്കിൽ ദിലീപോ അല്ലെങ്കിൽ സിദ്ദിഖിനോ മാത്രമാണ് ഇതൊക്കെ ബാധ്യത, അല്ലെങ്കിൽ മാത്രമാണ് ന്യൂഡ് ഫോട്ടോസ് കാണാനും പുറകിൽ കൂടെ ചെന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മം വയ്ക്കാനും
3500 സ്ത്രീകളെ കിടക്കയിലേക്ക് ക്ഷണിക്കാനും ഒക്കെ ധൈര്യമുള്ളതും ചങ്കൂറ്റമുള്ളതും മോഹൻലാലിനും മമ്മൂട്ടിക്കും ജയസൂര്യ ഉൾപ്പെടുന്ന താരങ്ങൾക്കാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇവർക്ക് ദുരനുഭവമില്ല, ഇവരെ ആരും പീഡിപ്പിച്ചിട്ടില്ല, ഇനി പീഡിപ്പിച്ചാൽ തന്നെ ഇവർക്കത് പറയാൻ മനസ്സില്ല, ഇവരെ ആരും അബ്യൂസ് ചെയ്തിട്ടില്ല, ഇവർക്കൊരു പ്രശ്നവും നേരിട്ടിട്ടില്ല. WCC സംബന്ധിച്ച് ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ പാർവതി തിരുവോത്തൊക്കെ വലിയ വായിൽ വർത്താനം പറയുകയല്ലേ, ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പേര് മാറ്റി ഭാഷ മാറ്റി പുരോഗമനവാദികളല്ലേ, പുരോഗമനമായി ചിന്തിക്കുന്നവരല്ലേ. എന്തുകൊണ്ട് റിമയ്ക്കും ആഷിക് കപൂറിനുമെതിരെ ഇത്തരം ഒരു വലിയ ഗുരുതര ആരോപണം? ഒന്ന് ആലോചിച്ച് നോക്കൂ പാർത്തൻ. ഒരു പെൺകുട്ടിയുടെ വെർജിനിറ്റി ഇവരുടെ ലഹരി പാർട്ടികളിൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ആരോപണമാണ് എങ്കിൽ ആ ആരോപണം അന്വേഷിക്കേണ്ടതല്ലേ. സുചിത്രയെ പോലെ സുചിത്ര ഇതിനു മുമ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പലരെയും കുറിച്ച് തമിഴ്നാട്ടിൽ തന്നെ ഉന്നയിച്ച് രംഗത്തെത്തിയ ഒരു ഗായികയാണ്. അവരത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പല സംഗീത സംവിധായകരും ഈ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, പലരെയും അവരോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറയുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇതിൽ ഗൗരവമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തുനിയുന്നില്ല? ഇതിനു മുൻപേയും ആഷിക് കപൂറിനെതിരെ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു 2020 ആ സമയത്താണെന്ന് തോന്നുന്നു, വർഷം എനിക്ക് ഓർമ്മയില്ല, ഇത്തരത്തിൽ ഒരു ആരോപണം ആഷിക് കപൂറിനെതിരെ വന്നിട്ടുണ്ട്. ആഷിക് കപൂർ പറയുന്നത് മലയാള സിനിമയിലെ ലഹരി മാഫിയ ആരാണെന്ന് അന്വേഷിക്കണമെന്ന്. അത് സ്വയം മുഖത്ത് നോക്കി ചോദിക്കുന്നത് പോലെയുള്ള ഒരു ചോദ്യമാണ് ആഷിക് കപൂർ ചോദിക്കുന്നത് എന്നാണ് പല കമന്റുകളിലും പലരും പറയുന്നത്. എന്തായാലും റിമാ കല്ലിങ്കലിന്റെ വിഷയത്തിലും ആഷിക് കപൂറിന്റെ വിഷയത്തിലും അത് ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് പറഞ്ഞ പീഡനം പോലെ തന്നെ, പീഡന കഥകൾ പോലെ തന്നെ ഏറെ ഗൗരവമേറിയ കാര്യങ്ങൾ തന്നെയാണ്. കാരണം പെൺകുട്ടികൾ ആ വീട്ടിലെത്തി ലഹരി പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ ശരീരം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ തരത്തിൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷിക്കണം. വലിയ ആരോപണങ്ങൾ തന്നെയാണ്. കാരണം ഈ മറ്റ് പീഡ ആരോപണങ്ങൾ പോലെ ഒന്നുമല്ല ഇത്. കാരണം ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ആരോപണമാണ്. കാരണം ഈ യുവതികളെ, പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നു, അതുപോലെ തന്നെ ഇവരുടെ ഞരമ്പുകളിലേക്ക് രാസലഹരി ഒഴുക്കിവിടുന്നു, അതുപോലെ അവിടെ എത്തുന്ന യുവതികളെ ഡ്രഗ്സ് കൊടുത്തും കള്ള് കൊടുത്തും അവരുടെ വേർജിനിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവരെ കൊണ്ട് തന്നെ, അതൊരു പീഡനമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ആ രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു വിശാൽ എന്ന് പറയുന്ന നടൻ അതായത് മലയാള സിനിമാ രംഗത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായി പറഞ്ഞപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കൊടുത്തു. തമിഴ്നാട്ടിലും വേണം ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് കൊടുത്തവർ തന്നെ ഈ തമിഴ് ഗായികയായിട്ടുള്ള സുചിത്രയുടെ, അവരൊരു ലേഡിയല്ലേ, അവരൊരു സ്ത്രീയല്ലേ, അവർ പറയുന്ന ആരോപണത്തിന് പുല്ലുവിലയാണ് കൊടുക്കുന്നത്, പുല്ലുവില. അവർക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ രേവതി എന്ന് പറയുന്ന നടി ആളുകളുടെ ന്യൂഡ് ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് കണ്ട് രസിക്കുന്ന ആളാണെങ്കിൽ, ഒരുപാട് ആളുകളുടെ ന്യൂഡ് ഫോട്ടോസ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണമെങ്കിൽ രേവതിക്കെതിരായിക്കൊണ്ട് അന്വേഷണം നടക്കണ്ടേ? രേവതിയുടെ ഫോൺ പിടിച്ചെടുക്കണം, രേവതിക്കെതിരായിക്കൊണ്ട് ആ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം. ആ രേവതിക്ക് അത് ആരാണോ അയച്ചത് ആ വ്യക്തിയുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും അവർക്ക് അത് പരിശോധന നടത്തുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനും ധന്യയും ഉൾപ്പെടുത്തുന്ന സമൂഹത്തിന് അത് ശരിയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ഇവിടെ സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് ആ നടി പറയുമ്പോൾ നമ്മൾ അത് ആരോപണമാണ്, ആ ആരോപണത്തിനെതിരായിക്കൊണ്ട് അന്വേഷണം നടക്കണമെന്ന് പറയുകയും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്ന അതേ ന്യായം തന്നെ രേവതിയുടെ കാര്യത്തിൽ വേണം. അതുപോലെ തന്നെയാണ് ഈ ആഷിക് കപൂറിന്റെയും റിമാ കല്ലിങ്കലിന്റെയും കാര്യത്തിലുള്ളത്. ഇവരൊരു ഗ്യാങ് ആണ്. ഈ ഗ്യാങ്ങിന്റെ ഭാഗമായി ഇവരുടെ ഇവരുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അവിടെ ലഹരി പാർട്ടി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം, ഇവിടുത്തെ നാർക്കോട്ടിക് സെല്ലൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത് ആരുടെ പിന്തുണയിലാണ് ഇവർ നടക്കുന്നത്? ഇത് CPM-ന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും അനുഭാവിയായി നടിച്ചുകൊണ്ടിരിക്കുന്ന ആഷിക് കപൂറിനെ അവർ തന്നെയാണ് സംരക്ഷിക്കുന്നത്. അത് പോയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രേവതിക്കെതിരെ അത്തരം ആരോപണങ്ങൾ ശരിയല്ല. അത് വെറും ആരോപണങ്ങളാണെങ്കിൽ രേവതി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണം. നമ്മൾ ഇതുവരെ കേട്ടില്ല രേവതി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുത്തതായിട്ട്. റിമാ കല്ലിങ്കലിനും ആഷിക് കപൂറിനുമെതിരെ ഇത്തരം ആരോപണങ്ങൾ സുചിത്ര ഉന്നയിച്ചെങ്കിൽ എന്തുകൊണ്ട് സുചിത്രക്കെതിരെ കേസ് കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല? ആരോപണങ്ങൾ ഞങ്ങൾ അതൊക്കെ നിഷേധിക്കുന്നു, അത് അവിടെ ഇരുന്ന് എന്തോ പറയട്ടെ. ഇതുപോലെയല്ലേ ജയസൂര്യക്കെതിരെയും സിദ്ദിഖിനെതിരെയും മറ്റ് നടന്മാർക്കെതിരെയും ഒക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഞങ്ങൾ അതിൽ കേസെടുക്കണ്ട എന്ന് കേരള പോലീസ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത രേവതിക്കും റിമാ കല്ലിങ്കലിനും ആഷിക് കപൂറിനുമുണ്ട്. കാരണം വളരെ ഗുരുതരമായ ആരോപണമാണ് തമിഴ് ഗായിക സുചിത്ര ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ
നിങ്ങൾ കേസ് കൊടുക്കണം. ഇല്ല, നിങ്ങളെ കണ്ട് കുറെ മാപ്രകൾ മയങ്ങി വീണിട്ടുണ്ട് എങ്കിൽ, ആഷിഖ് കപൂറിനെയും റിമാ കല്ലിങ്കലിനെയും ഭയന്ന് കുറെ മാപ്രകൾ വാർത്തകൾ മുക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സത്യം ഒരു നാൾ പുറത്തു വരും എന്നുള്ളത് പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. WCCയോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളിലുള്ളവരെ നന്നാക്കാനും നേർവഴിക്ക് നയിക്കാനും നിങ്ങൾ ശ്രമിക്കൂ. എന്നിട്ട് മതി ഒരുപാട് പേരുടെ അന്നവും ഉപജീവനവുമായ ഒരു സംഘടനയും ഒരു മേഖലയും ഒരു തൊഴിൽ അവസരങ്ങളെയും തകർക്കാൻ എന്നുള്ളതാണ്. അത് കൃത്യമാണ്. കാരണം സിദ്ദിഖിനും അതുപോലെ തന്നെ മുകേഷിനും ജയസൂര്യയ്ക്കും ഒക്കെയുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ അവർക്കെതിരായി നടന്ന നടപടികൾ, ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഈ ഉയർന്നു വന്ന ആളുകൾക്കെതിരെയും നടപടിയെടുക്കാനും ആ ആരോപണങ്ങളിൽ കേസെടുത്ത് അന്വേഷിക്കാനും ഒക്കെയുള്ള പ്രാഥമികമായ ഒരു ചുമതല ഇവിടുത്തെ പോലീസിനും സംവിധാനങ്ങൾക്കുമുണ്ട്. അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ വായിൽ പഴം തിരികിയിരിക്കുന്ന WCCക്കും മാധ്യമങ്ങൾക്കും ഉളുപ്പുണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത്. നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയമായി. നമുക്ക് വരും ദിവസങ്ങളിലും കൂടുതലായിട്ട് ഇത് ചർച്ച ചെയ്യാം. മീഡിയ മലയാളം ഇത് വിടില്ല. കാരണം മാധ്യമങ്ങൾ, മുൻനിര മാധ്യമങ്ങൾ, പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരൊക്കെ മുഖ്യ വാർത്തകൾ ഞങ്ങൾ എന്തായാലും സത്യം പുറത്തു വരുന്നത് വരെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും.